ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ. അപ്പോൾ എവിടെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. അപ്പോൾ ഇതാ ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ നടക്കുവാണ് കേട്ടോ, കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പോവുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവിടെയും കൂടെ പോയിട്ട് അവരെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ ചെടികളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാണാൻ നല്ല രസമാണ്. പിന്നെ 2 കുഞ്ഞു കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വെള്ളപ്പൂച്ചയുണ്ട്, ഒരു കറുത്ത പൂച്ചയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് രണ്ടും. അപ്പോൾ ഇതാ കുറേ പൂച്ചെടികളുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതാ ചേച്ചി ഇതാ ഒരു നല്ല പൂ കണ്ട്, അപ്പോൾ അതിനെയൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പൂ കാണാൻ വേണ്ടിയിട്ട്. ഡാലിയാണെന്ന് തോന്നുന്നു, നല്ല കളറ്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ആ ചേച്ചീനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ കുറേ വയലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതാ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ കുറേ വെള്ളം ഒഴുകുന്നൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വയൽ. അപ്പോൾ ഇതാ ഞങ്ങൾ എവിടെ പോകുന്നതല്ലേ, ഇതാ കമ്പളനാട്ടി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. തൃശ്ശിലേരിയുടെ ഒരു ഉത്സവം തന്നെ പറയാം കമ്പളനാട്ടി. ഈ പണി വിഭാഗത്തിൽ ഗോത്രാചാരമായിട്ടാണ് കേട്ടോ ഇത് ആഘോഷിക്കുന്നത്. ഈ ഞാറ് നടന്നൊക്കെ ഒരു ഉത്സവമായിട്ട് പാട്ടിൻ്റെയും താളത്തിൻ്റെയും ഒക്കെ ഒരു ആഘോഷകരമായിട്ട് ഒരു ഞാറ് നടും. അതിനെയാണ് ഈ കമ്പളനാട്ടി എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ തൃശ്ശിലേരിയുടെ ഒരു ഉത്സവമാണ്, ഞാറുത്സവം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാ ഞങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ അങ്ങനെ നട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം വരമ്പത്തൂടെ നടന്നിട്ട്. അപ്പോൾ ഇതാ ഒന്ന് തെന്നിപ്പോയാൽ ചെളി കിടക്കും കേട്ടോ. അപ്പോൾ നോക്കി വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ നോക്കി നടക്കുന്നുണ്ട്, കുറച്ച് അപ്പുറം എത്തണം. അപ്പോൾ ഇതാ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ കുറേ നടാനുണ്ട്, ഇങ്ങോട്ട് എത്തണം. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊട്ടും മേളമൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴേക്ക് ഉണ്ട് കേട്ടോ. ഇതാ എല്ലാവരും കൂടെ പാട്ടും മേളമൊക്കെ ആയിട്ട് ഞാറ് നടന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം ഇറങ്ങി നട്ടാലോ എന്ന്. അപ്പോൾ ഇതാ അങ്ങനെ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി ഞാറ് നടുവാണ് കേട്ടോ. നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സിലൊക്കെ നല്ല ചെളിയായി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാറ് നടാൻ വേണ്ടി. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ തൃശ്ശിലേരിയിൽ ഉണ്ടായിട്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു കേട്ടോ ഇത് പോയപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ ഞാറ് നട്ട് കുറച്ച് നട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പങ്കെടുത്താൽ എന്തായാലും ഇത്തിരിയെങ്കിലും ഞാറ് നടണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി നട്ട് ഇതാ കയറി. അപ്പോൾ ഇങ്ങനെ കഴുകണം എന്ന് ഓർത്തപ്പോൾ ഒരു തോടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൈയും കാലും മുഖമെല്ലാം കഴുകി ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പാട്ടും മേളവും ആഘോഷത്തോടെ ഞാറ് നടന്നതിനെയാണ് ഈ കമ്പളനാട്ടി എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചയ്ക്ക്, സാമ്പാറും ചോറൊക്കെ. അപ്പോൾ അവിടെയും പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് മടങ്ങി കേട്ടോ. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുട എടുത്തിട്ടുണ്ടെങ്കിലും വെയിലൊക്കെ കൊണ്ട് ആകെ മടുത്തു. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും ഇഷ്ടമായെന്ന്